ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈംഗിക ബന്ധത്തിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി 5 കാര്യങ്ങൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പല ദാമ്പത്തിക ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അത് ഡിവോഴ്സ് വരെ എത്തുന്നതിൻ്റെയും പ്രധാനപ്പെട്ട റീസൺ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ടുപേരുടെയും ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും പുരുഷന്മാർ അതിവേഗത കാണിക്കുന്നു എന്ന പരാതി ഒരുപാട് സ്ത്രീകൾക്ക് ഉള്ളതാണ്. സ്ത്രീ എന്താണ് ഒരു ബെഡിൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനോ പഠിക്കാനോ പുരുഷന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാതെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാതെയൊക്കെയാണ് നമ്മളെല്ലാവരും ദാമ്പത്തിക ജീവിതത്തിലോട്ട് കടക്കുന്നത്. ഒരുപാട് സോഴ്സുകൾ ഉണ്ടെങ്കിലും അതൊന്നുമല്ല റിയൽ സെക്സ് എന്നുള്ളത് വിവാഹ ജീവിതത്തിന് ശേഷമായിരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കുക. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഡീപ്പായിട്ട് പല ഡോക്ടേഴ്സും പല രീതിയിലുള്ള ആരോഗ്യ മാസികകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതൊന്നും നമ്മളാരും വായിച്ച് മനസ്സിലാക്കുന്നുമില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സെക്സോളജിസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അഥവാ ഒരു സ്ത്രീ ഒരു ലൈംഗിക ബന്ധത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടച്ച് ആണെങ്കിലും, അതുപോലെ തന്നെ ടച്ച് എന്ന് പറഞ്ഞാൽ സ്പർശനമാണെങ്കിലും ഫോർപ്ലേ ആണെങ്കിലും അത് വളരെയധികം സ്ലോ ആൻഡ് സോഫ്റ്റ് ആക്കുക എന്നുള്ളത്. സോഫ്റ്റ് ആയിരിക്കണം, സ്ലോ ആയിരിക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൻഷ്വസ് ആയിരിക്കണം. സെൻഷ്വസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ടച്ച് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാനും ആസ്വദിക്കാനും കഴിയണം എന്നുള്ളതാണ്. ചില കേസിലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് പുരുഷന്മാർ വളരെ ഹാർഡായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് അത് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഇറിറ്റേഷനാണ് ഫീൽ ചെയ്യുക. അപ്പോൾ എത്രത്തോളം സോഫ്റ്റായിട്ട് സ്ലോ ആയിട്ട് ടച്ച് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം സ്ത്രീകൾക്ക് ആ ഒരു സ്പർശനം കൂടുതൽ സെൻസ് ചെയ്യാനും കൂടുതൽ ആസ്വാദനം കണ്ടെത്താനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് സോഫ്റ്റ് ആൻഡ് സ്ലോ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം സെൻഷ്വസ് ആയിരിക്കണം, അവർക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കോൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അഥവാ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ ഒരു കണ്ടിന്യൂറ്റി വേണം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അതർ ടോപ്പിക്കുകൾ സംസാരിക്കുക, അഥവാ സെക്സ് റിലേറ്റഡ് അല്ലാത്ത സബ്ജക്റ്റുകൾ എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനിടയിൽ വേറെ വല്ല ആക്ടിവിറ്റീസിലും ഏർപ്പെടുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഫോർപ്ലേ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്പർശിക്കുന്ന സമയത്തോ ഒക്കെ ആ ഒരു മൂഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യാണ്. പെട്ടെന്ന് ആരാണെന്ന് നോക്കാൻ വേണ്ടി ആ ഫോൺ എടുക്കുന്നു, ആ ഫോണിൽ 1 മിനിറ്റ് സംസാരിക്കുന്നു, അതിനുശേഷം വീണ്ടും സെക്സിലോട്ട് തന്നെ വരുമ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് കൂടുതൽ ആ ഒരു സ്പർശനം ഫീൽ ചെയ്യാനും ആസ്വദിക്കാനും സാധിക്കുക. ആ ഫീല് നഷ്ടപ്പെടുത്താതെ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നോൺ ലീനിയർ ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. അഥവാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളൊരിക്കലും സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് മെയിൻ പാർട്സിൽ ആദ്യം തന്നെ പോയിട്ട് ടച്ച് ചെയ്യാതിരിക്കുക.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്ലോ ആൻഡ് സോഫ്റ്റ് എന്നുള്ളത് സൂചിപ്പിച്ചു. ആ സ്ലോ ആൻഡ് സോഫ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. അഥവാ പറഞ്ഞു വരുന്നത് മെയിൻ പാർട്സുകളിൽ ഒരിക്കലും പെട്ടെന്ന് പോയി സ്പർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ ഫോർ പ്ലേയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മെയിൻ പാർട്സിലോട്ട് പോവുക. ഇതാണ് ഇവിടെ ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറൈറ്റിയാണ്. പല സ്ത്രീകളും സെക്സിൽ ഒരുപാട് വെറൈറ്റീസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളാരും ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടല്ല ദാമ്പത്തിക ജീവിതത്തിലോട്ട് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, ടെൻഷൻ ഉണ്ടായിരിക്കാം ചില ആളുകൾക്ക്. അതൊക്കെ സർവ്വസാധാരണയാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് സെക്സിലിങ്ങനെ ഏർപ്പെട്ട് വരുന്ന സമയത്ത്, എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി പൊസിഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിംഗർ ടെക്നിക്സുകളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടങ് ടെക്നിക്സുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ വെറൈറ്റി പൊസിഷൻസ്, ഫിംഗർ ടെക്നിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓരോ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും അതിൽ വെറൈറ്റി കൊണ്ടുവന്നുകൊണ്ട് എന്നും ഒരേപോലെയുള്ള ആ ഒരു കാര്യം മാറ്റിപ്പിടിച്ചാൽ തീർച്ചയായിട്ടും അത് സ്ത്രീകൾക്ക് കൂടുതൽ പുതുമ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില സ്ത്രീകൾ സെക്സിൽ വളരെയധികം വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടി പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നാൽ ഇതേപോലെ ആഗ്രഹിക്കാത്ത സ്ത്രീകളും ഈ ലോകത്തുണ്ട്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ പാർട്ട്ണർക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഓപ്പണായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ ഏർപ്പെടുക. അങ്ങനെ ചോദിച്ചാലും ചില ആളുകൾ പറയത്തില്ല. പക്ഷേ നമുക്ക് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ എന്താണ് ആസ്വദിക്കുന്നത് എന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം, അഥവാ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കൂടുതൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സെക്സ് നിങ്ങളിൽ നിന്നും നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ഈ പോയിൻറ്റ്സുകളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദാമ്പത്തിക ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. നമസ്തേ. ഈ വരുന്ന ഡിസംബർ 19-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന മൈൻഡ് മെക്കാനിക്സ് മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും, അത് എത്ര വലിയ സ്വപ്നമാണെങ്കിലും ചെറിയ സ്വപ്നമാണെങ്കിലും എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലാണെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും, ജോലിയുള്ളവർക്ക് പ്രമോഷന് വേണ്ടിയിട്ടാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്നും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഏതാനും ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണനയുണ്ടായിരിക്കുക. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഡിസംബർ 19-ാം തീയതി നേരിട്ട് കാണാം.